അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 5ാം ക്ലാസ് അഖ്ലാഖ് 5ാം പാഠം. ക്ഷമയാണ് ജീവിതം. ഇതാണ് പാഠത്തിൻ്റെ പേര്. ഈ പാഠത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങൾ കേൾക്കുക. നോട്ട് പുസ്തകത്തിൽ അറബി മലയാളത്തിൽ തന്നെ തദ്രീബാത്തുകൾ എഴുതുക. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമു പ്രദാനം ചെയ്യട്ടെ. പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ക്ഷമയാണ് ജീവിതം. നിങ്ങൾ അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ പറ്റി കേട്ടിട്ടില്ലേ? ക്ഷമയുടെ ഉത്തമ മാതൃകയായ പ്രവാചകൻ. അള്ളാഹു വിവിധ പരീക്ഷണങ്ങളിലൂടെ ആ മഹാനെ കടഞ്ഞെടുത്ത് അത്യുന്നത പദവിയിലെത്തിച്ചു. സമ്പന്നനായിരുന്ന അദ്ദേഹത്തിൻ്റെ സ്വത്ത് മുഴുവനും നഷ്ടപ്പെട്ടു. വീട് കത്തിച്ചാമ്പലായി. മക്കളെല്ലാം മരിച്ചു. അയ്യൂബ് നബി അലൈഹിസ്സലാം അതികഠിനമായ പ്രയാസങ്ങൾക്ക് അടിമയായി. എല്ലാം ആ മഹാൻ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്തു. പരീക്ഷണഘട്ടം കഴിഞ്ഞപ്പോൾ ക്ഷമിച്ചതു കാരണം നഷ്ടപ്പെട്ട ഓരോന്നും ഇരട്ടിയായി അള്ളാഹു തിരിച്ചു കൊടുത്തു. ആകാശത്തു നിന്നും സ്വർണ്ണ വെട്ടുകിളികളെ ഇഷ്ടം പോലെ വർഷിപ്പിച്ചു കൊടുത്തു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിലാണ് ഇതുള്ളത്. വിപത്തുകൾ വന്നപ്പോൾ ക്ഷമകേട് കാണിക്കാതെ അള്ളാഹുവിൻ്റെ വിധിയിൽ വിശ്വാസമർപ്പിച്ചു ക്ഷമിച്ചപ്പോൾ അള്ളാഹു നൽകിയ വൻ പ്രതിഫലം. കൂട്ടുകാരെ, മനുഷ്യരായ നമ്മെ അള്ളാഹു പലതുകൊണ്ടും പരീക്ഷിക്കും. ഭയം, വിശപ്പ്, രോഗം, സാമ്പത്തിക നഷ്ടം, ശാരീരിക നഷ്ടം, ഇങ്ങനെ പലതും. അപ്പോൾ നാം ക്ഷമിക്കുകയാണ് വേണ്ടത്. ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു കണക്കില്ലാതെ പ്രതിഫലം നൽകുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇന്നമാ യുവഫസ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. സുമർ സൂറത്തിലെ 10ാമത്തെ ആയത്താണ്. ക്ഷമ ഈമാനിൻ്റെ പകുതിയാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അസ്സബ്റു നിസ്ഫുൽ ഈമാൻ. പരീക്ഷണഘട്ടത്തിൽ അള്ളാഹു അല്ലാത്തവരോട് വേവലാതിപ്പെടാതിരിക്കുക, ഇതാണ് ക്ഷമയുടെ നിർവചനം. അതിനാൽ പരീക്ഷണങ്ങളെയും കഷ്ടപ്പാടുകളെയും നാം അവസരങ്ങളായി കാണണം. ക്ഷമിച്ച് സ്വർഗം നേടാനുള്ള അവസരം നാം ഉപയോഗപ്പെടുത്തണം. അപ്പോൾ നമുക്കൊരിക്കലും ടെൻഷൻ വരികയില്ല. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ ശരീരം മടിക്കുകയും തെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതിനാൽ കൽപ്പിച്ചത് ചെയ്യാനും നിരോധിച്ചത് ചെയ്യാതിരിക്കാനും ക്ഷമ വേണം. ക്ഷമയിൽ ഏറ്റവും വലുതും ശ്രേഷ്ഠവും ഇത് തന്നെ. വിപത്തുകൾ സംഭവിച്ചാൽ അക്ഷമ കാണിക്കാതെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലണം. ഇപ്രകാരം ചൊല്ലുന്നവർക്ക് റബ്ബ് പാപമോചനവും അനുഗ്രഹവും നൽകുമെന്നും അവർ സന്മാർഗം സിദ്ധിച്ചവരാണെന്നും വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിലെ ഒരു ആയത്തിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു നമ്മെ ക്ഷമാശീലരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. നമുക്കിനി തദ്രീബാത്തിൽ നിന്നുള്ള പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. പഠന പ്രവർത്തനത്തിൻ്റെ 1ാമത്തെ ഭാഗം ഉത്തരം കണ്ടെത്താം. ചോദ്യം 1. അള്ളാഹു കണക്കില്ലാതെ പ്രതിഫലം നൽകും ആർക്ക്? ഉത്തരം: ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു കണക്കില്ലാത്ത പ്രതിഫലം നൽകും. ചോദ്യം 2. ശരീരം മടിക്കുന്നു എന്തിന്? ഉത്തരം: അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ ശരീരം മടിക്കുന്നു. ചോദ്യം 3. ക്ഷമയിൽ ഏറ്റവും വലുതും ശ്രേഷ്ഠവും ഏത്? ഉത്തരം: കൽപ്പിച്ചത് ചെയ്യാനും നിരോധിച്ചത് ചെയ്യാതിരിക്കാനും ക്ഷമ വേണം. ക്ഷമയിൽ ഏറ്റവും വലുതും ശ്രേഷ്ഠമായതും ഇത് തന്നെയാണ്. പഠന പ്രവർത്തനത്തിൻ്റെ 2ാമത്തെ ഭാഗം വ്യക്തമാക്കാം. മനുഷ്യനുണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ 5 എണ്ണം. ഉത്തരം: ഭയം, വിശപ്പ്, രോഗം, സാമ്പത്തിക നഷ്ടം, ശാരീരിക നഷ്ടം, ഇങ്ങനെ പലതും. പഠന പ്രവർത്തനത്തിൻ്റെ 3ാമത്തെ ഭാഗം കുറിപ്പ് തയ്യാറാക്കാം. അക്ഷമ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അബദ്ധം സംഭവിച്ചിട്ടുണ്ടോ? കുറിപ്പ് തയ്യാറാക്കുക. ക്ഷമയില്ലാതെ നമ്മൾ പല കാര്യങ്ങളും ചിലപ്പോൾ ചെയ്തേക്കാം. അല്ലെങ്കിൽ മനസ്സിന് നമുക്ക് അത് സഹിക്കാൻ പറ്റാതെയാകുമ്പോൾ ചെയ്തേക്കാം. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അനുഭവമുണ്ടെങ്കിൽ അത് കുറിപ്പായി എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എപ്പോഴും ക്ഷമയുള്ളവരാകണം. ക്ഷമയുള്ളവരായാൽ നമുക്ക്
നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളെയും നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റും. പഠന പ്രവർത്തനത്തിൻ്റെ 4ാമത്തെ ഭാഗം ഇസ്ലാമിക ചരിത്രത്തിൽ ക്ഷമയുടെ ധാരാളം സംഭവങ്ങളുണ്ട്. പുസ്തകങ്ങൾ വായിച്ച് കണ്ടെത്തും. നമുക്കൊരുപാട് പുസ്തകങ്ങൾ വായിച്ചാൽ, ഉദാഹരണത്തിന് പ്രവാചകന്മാരുടെയും സ്വഹാബികളുടെയും അവരുടെ ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും അവരുടെ ക്ഷമ. ഒരുപാട് കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ശത്രുക്കളിൽ നിന്നുള്ള ആക്രമങ്ങൾ വരെ അവർ അനുഭവിച്ച് സഹിച്ച് എല്ലാം ക്ഷമിച്ചവരാണ്. അവരുടെ ചരിത്രങ്ങളിൽ നിന്ന് ഒരുപാട് ഇത്തരം അനുഭവങ്ങളും അതേപോലെ തന്നെ സംഭവങ്ങളെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പഠന പ്രവർത്തനത്തിൻ്റെ 5ാമത്തെ ഭാഗം പറയാം, ശീലിക്കാം. എനിക്ക് ടെൻഷനില്ലാതെ ജീവിക്കാൻ കഴിയും. കാരണം ഞാൻ പ്രയാസങ്ങൾ വരുമ്പോൾ അള്ളാഹുവിൻ്റെ ഖലായിൽ വിശ്വാസമർപ്പിച്ച് പ്രതിഫലം മോഹിച്ച് ക്ഷമിക്കുന്നവനാകും. എനിക്ക് ടെൻഷനില്ലാതെ ജീവിക്കാൻ കഴിയും. കാരണം ഞാൻ പ്രയാസങ്ങൾ വരുമ്പോൾ അള്ളാഹുവിൻ്റെ ഖലായിൽ വിശ്വാസമർപ്പിച്ച് പ്രതിഫലം മോഹിച്ച് ക്ഷമിക്കുന്നവനാകും. പഠന പ്രവർത്തനത്തിൻ്റെ 6ാമത്തെ ഭാഗം ക്ലാസ്സിൽ അർത്ഥസഹിതം എഴുതി പ്രദർശിപ്പിക്കാം. അസ്വബറു നിസ്ഫുൽ ഈമാൻ. അസ്വബറു നിസ്ഫുൽ ഈമാൻ. ക്ഷമ ഈമാനിൻ്റെ പകുതിയാണ്. ഇതൊരു ഹദീസാണ്. പാഠഭാഗങ്ങളൊക്കെ നല്ലപോലെ മനസ്സിലാക്കി പഠന പ്രവർത്തനങ്ങൾ നോട്ട് പുസ്തകത്തിൽ അറബി മലയാളത്തിൽ തന്നെ എഴുതി പഠിക്കുക. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.